ദൈവസന്നിധിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ചിലത് പ്രാപിച്ചു വേണം കടന്നു പോകാൻ. ചിന്തിക്കാറുണ്ടോ? നമുക്ക് ആ വാക്ക് തന്നെ ചിലർക്ക് അലർജിയാണ്. കാരണം ഇന്ന് പല ദൈവദാസന്മാരും പ്രസംഗിക്കുമ്പോൾ പ്രാപിച്ചോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അലർജിയാണ്. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. ദൈവമക്കളെ, നമുക്ക് ചിലത് പ്രാപിക്കാനുണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, ധ്യാനിച്ച് നോക്കിയപ്പോൾ 50-ലധികം കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ കിടക്കുന്നത്. 50-ലധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമുക്ക് ചിലത് പ്രാപിക്കണ്ടേ? ഇതൊക്കെ തരാന്നാണ് പറയുന്നത്. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ചിലത് തരാനുണ്ടെന്ന കർത്താവ് പറയുന്നത്. ചിലത് നമ്മൾ പ്രാപിച്ചു വേണം കടന്നു പോകാൻ എന്ന് പറയുന്നത്. ഈ ഭൂമി വെച്ച് തന്നെ പ്രാപിക്കാനുള്ളതും അവിടെ ചെന്ന് പ്രാപിക്കാനുള്ളതുമായ കാര്യങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ 50-ലധികം കാര്യം കിടക്കുക. അതിൽ ചിലതെങ്കിലും ഞാനൊന്ന് പറഞ്ഞ് സമയമാകുമ്പോൾ അപ്പം നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു നിർത്താനായിട്ട് താല്പര്യപ്പെടുക. വായിക്കാം, ഒരു തിരുവചനം വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. 1 Corinthians chapter 9 verse 24. 1 Corinthians 9:24. എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അത്രയും മതി. ഓട്ടക്കളവല്ല ഞാൻ ചിന്തിക്കുന്നത്, പ്രാപിക്കാനുള്ള വിഷയത്തിലേക്ക് മാത്രം കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുക. അപ്പോൾ അവിടെ പറയാണ്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. എൻ്റെ ചിന്താവിഷയം അതാണ്. നമ്മൾക്ക് എല്ലാവർക്കും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രാവിലെ മുതൽ അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിനോട് ബന്ധിച്ച് ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രാപിപ്പാൻ തക്കവണ്ണം. നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കഷ്ടമുണ്ട്, ക്ലേശമുണ്ട്, ദുരിതമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനിട വന്നു. പ്രയാസങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പോകുന്ന പോക്കിൽ ചിലത് പ്രാപിക്കാനുണ്ട്. മാരാത്തോൺ ഓട്ടം നടക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ ധാരാളം പേര് നിൽക്കും. പോകുന്ന ആൾക്കാർക്ക് ദാഹിക്കുകയാണെങ്കിൽ കൊടുക്കാൻ, വെള്ളം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ട്, ഇല്ലേ? അത് തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും അവർ ഓടുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓട്ടത്തിൻ്റെ സമയത്ത് നമുക്ക് ചിലത് പ്രാപിക്കാൻ കഴിയും. ഇവിടെ പറയുന്നത് ഓടിച്ചെന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പ്രാപിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. വാടാത്ത കിരീടം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് കഴിയും. അങ്ങനെ കിരീടം കേട്ടല്ലോ, ജീവകിരീടം പ്രാപിക്കാനുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാമെന്നതിനും തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. അപ്പോൾ കിരീടങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ലഭിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ കിടക്കുമ്പോൾ അത് നഷ്ടമാക്കിയിട്ട് നമ്മളിങ്ങനെ നിരാശരായി പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുക, പ്രാപിച്ചോ, എടുത്തോ എന്ന് പറയുകയാണ്. നിങ്ങളത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 19:16. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 16. അനന്തരം ഒരുത്തൻ വന്ന അവനോട്, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? നമ്മുടെ അത്യന്തിക ലക്ഷ്യം അതാ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? നമ്മൾ പ്രാപിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വിഷയമുണ്ട്. വേറെ ഒന്നുമല്ല, മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോകുന്ന വഴി കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ, അത് കിട്ടിയില്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓടി തികച്ച് പ്രാപിക്കേണ്ട ഒരു സംഗതിയുണ്ട്, അത് നിത്യജീവനാണ്. അപ്പോൾ ആ ഭക്തൻ ചോദിക്കുകയാണ്, ആ മനുഷ്യൻ ചോദിക്കുകയാണ്, നിത്യജീവനം പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നല്ലവനെന്ന് എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. നമ്മൾ കുറെ നല്ലവനായിട്ട് പ്രാപിക്കാനല്ല, ഒത്തിരി നല്ലവനായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നൊരു കാര്യമല്ല. ഇവിടെ പറയുകയാണ്, ജീവനിൽ കിടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിച്ചാൽ മതി എന്ന് പറയും. കൽപ്പനകളെ പ്രമാണിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഗ്യാരണ്ടിയാണ് നിത്യജീവൻ നമുക്കുണ്ടെന്ന്. നിത്യജീവൻ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ പോരായ്മകളുണ്ടല്ലോ, കുറവശങ്ങളുണ്ടല്ലോ. ശരിയാണ്. എന്തിനാ ഈ പോരായ്മയും കുറവശമൊക്കെ ദൈവം തന്നേക്കണം? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? കർത്താവ് പാപം ചെയ്യാത്തൊരു സ്വഭാവം നമുക്ക് തന്നാൽ പോരെയെന്ന് ചിന്തിച്ചിട്ടില്ലേ? എൻ്റെ ചെറുപ്പത്തിലൊക്കെ വലിയൊരു കൺഫ്യൂഷനായിരുന്നു. വലിയൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഗലാത്യ ലേഖനം വായിച്ചപ്പോൾ അത് മനസ്സിലായത്. എന്തിനാ നമ്മൾ ഈ പാപം ചെയ്യുന്ന ശരീരവും പാപം ചെയ്യുന്ന ചിന്തയും മനസ്സും ഒക്കെ തന്നേക്കണം? അതൊക്കെ മാറ്റിയിട്ടും കിട്ടും നേരെങ്കിൽ വിട്ടാൽ പോരായിരുന്നു. തോന്നിയിട്ടില്ലേ? ചിന്തിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞുതരാം. അതായത് നമുക്കൊരു രക്ഷകൻ വേണമെന്നുള്ള ബോധ്യം വരണമെങ്കിൽ പാപം ചെയ്യുന്ന സ്വഭാവം നമ്മളുണ്ടാവണം. ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം. അതായത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് നമ്മളെല്ലാവരും പാപത്തിൽ അടച്ചിരിക്കുക. നമുക്ക് പാപം ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. എങ്ങനെയും പാപമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒത്തിരി പാപങ്ങൾ വന്ന് നമ്മൾ പെട്ടുപോകും. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മളെ അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? അപ്പോൾ നമ്മുടെ ഉള്ളത്തിലൊരു ചിന്ത വരും,
എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എനിക്കൊരു രക്ഷകനെ വേണം, എനിക്ക് രക്ഷകനെ വേണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം. വേറെ മാർഗമില്ല. രക്ഷകനായ കർത്താവിനെ വിശ്വസിക്കുക. എനിക്ക് രക്ഷകനുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാപത്തിൻ്റെ സ്വഭാവം ചിന്തയും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം പരിശ്രമിക്കുകയാണ്. എന്നിട്ടും നമുക്ക് ബോധ്യം വരികയാണ്, എനിക്ക് സാധിക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ രക്ഷിക്കാൻ കർത്താവെ നീ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നിലവിളി നമ്മിൽ നിന്ന് വരണം. ആ നിലവിളിയിലാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത്, അല്ലാതെ നമ്മുടെ ക്രെഡിറ്റ് നോക്കിയിട്ടില്ല. ഇതാണ് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് നമ്മളെ ഈ സ്വഭാവത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിശ്ചയമായി സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കും. ഒറ്റ വിശ്വാസം മതി, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഫെയ്ത്ത് അലോൺ, ഒറ്റ കാര്യമുള്ളൂ, വിശ്വാസം എന്നുള്ള ഒറ്റ സംഭവം. ഇത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പോയി. ഞാൻ പാവമൊക്കെ ചെയ്ത് ചിലർ വയസ്സാവുന്ന സമയത്ത് കിടക്കുന്ന സമയത്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ഒത്തിരി പേരെ കൗൺസിലിംഗ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ളൊരു വിഷയമാണ്. അവരങ്ങ് പേടിച്ചു പോവുക, സ്വർഗത്തിൽ പോകുമെന്ന് പേടി വരിക. നീ സ്വർഗത്തിൽ പോകും, നീ കൽപ്പന അനുസരിച്ചു, രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, ദൈവത്തിൻ്റെ ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി സ്നാനപ്പെട്ടു, നീ ദൈവവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിനക്കൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഞാൻ മരിച്ചാൽ നിത്യതയിലെത്തും. കാരണം എന്താ? എനിക്കൊരു വിശ്വാസമുണ്ട്, യേശു എൻ്റെ രക്ഷകനാണെന്ന്. യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള വിശ്വാസം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അന്ന് നീ പോകുന്ന നരകത്തിലേക്കാണ്, നിന്നെ രക്ഷിക്കില്ല. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള ഫെയ്ത്ത് അലോൺ, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല അവിടെ എത്തുന്നത്. വിശ്വാസത്തിൻ്റെ കൂടെ പ്രവൃത്തി കൂട്ടണ്ട, വിശ്വാസത്തിൻ്റെ കൂടെ നന്മ കൂട്ടണ്ട, വിശ്വാസത്തിൻ്റെ കൂടെ അനുസരണം കൂട്ടണ്ട, ഇതൊന്നും കൂട്ടിയിട്ടല്ല പോകുന്നത്. വിശ്വാസം എലോൺ, വിശ്വാസം മാത്രം. ഈ വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം, ആ ഗ്ലോറിയിലേക്ക് നീ എത്തുന്നത് എങ്ങനെ? വിശ്വസിച്ചാൽ. എല്ലാറ്റിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസം. അതാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, അതാണ് നമ്മൾ കാണാത്ത കാര്യം. എന്താ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ എന്താ കാണാത്ത കാര്യം? കാറ് കിട്ടുന്നു, ലോറി കിട്ടുന്നു, അതൊക്കെ കാണുന്ന കാര്യമല്ലേ? കാണാത്ത കാര്യമാണ് നിത്യജീവൻ. ആ മഹത്വമൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതിൻ്റെ ഉറപ്പ്, അതാണ് വിശ്വാസം. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ വിശ്വാസം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ പ്രാപിക്കാനുള്ള ഈ നിത്യജീവൻ നഷ്ടമാക്കാതിരിക്കാൻ വേണ്ടുന്ന ഒരേ കാര്യം കൽപ്പന പ്രമാണിക്കുക, വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ ഒറ്റ കാരണം കൊണ്ട് നമുക്കിത് പ്രാപിക്കാൻ കഴിയും. ഇനി നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 3:16. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സ്തോത്രം. ഒരു ദൈവദാസൻ പറയുക, വെള്ളി പോയിന്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ നടക്ക. ഒരു അപ്പോസ്തലൻ നിന്നൊരു വാക്ക് പറയുക, യേശുനാഥിൽ നിന്ന് നടക്ക എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന് ബലം വന്നു എന്ന് പറയുന്നത്, ആരോഗ്യം വരാൻ കാരണമായി തീർന്നു. അപ്പോൾ ദൈവമക്കളെന്ന് ഓർക്കുക, ദൈവസഭയെ കടന്നു വന്ന ദൈവമക്കൾ ആരാധനയെ വന്നിരിക്കുന്ന സമയത്ത് അഭിഷേകത്തിന്റെ ദൂതുമായി ഒരു അഭിഷേകം നിന്ന് വിളിച്ചു പറയുക, നിനക്ക് ബലം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ ഒന്ന് ഉറ്റുനോക്കിയാൽ മതി, ആ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിന്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ കാരണമായി തീരും. ഇത് തിരുവാക്തത്വമാ. ഇന്ന് ക്ഷീണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, അലർജിയുടെ പ്രയാസമാകട്ടെ, ക്ലേശമാകട്ടെ, എന്തൊക്കെ ഭാരമായി വന്നെങ്കിലും യേശുവിന്റെ നാമത്താലുള്ള സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കുന്നു. വിശ്വസിക്കുക. ബലം നിന്നിലേക്ക് വ്യാപരിക്കുകയാണ്, ആരോഗ്യം നിന്നിലേക്ക് വരികയാണ്. ഏതവസ്ഥയാണെങ്കിലും, ആരെക്കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്, ആരെക്കുറിച്ചാണ് വേവലാതിപ്പെടുന്നത്, വിഷയം എന്തുമാകട്ടെ, ഒരു നിമിഷം നീ പറയാ, ഇപ്പോൾ പറഞ്ഞ വാക്ക് തിരുവചനമാകിയാൽ ഞാൻ വിശ്വസിക്കുന്നു, ബലവും ആരോഗ്യവും കൽപ്പിക്കപ്പെടട്ടെ. അതിന് ഒരു തെളിവും കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താം, അത്രേ പറ്റുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 14:9-10 വാക്യം. ആക്സ് ചാപ്റ്റർ 14 വേഴ്സ് 9 and 10. നേരത്തെ വായിച്ചത് ആക്സ് ചാപ്റ്റർ 3:16 ആയിരുന്നു. ഇപ്പോൾ വായിക്കുന്നത് 14:9-10. മതി, അത്ര മതി. പൗലോസ് ശുശ്രൂഷിക്കുക, ദൈവത്തിനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും നോക്കും. ഞാനൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ഈ ഫാൻ ഓസിലേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഭയങ്കര നിരാശ വരാറുണ്ട്. എന്താ കാരണം അറിയോ? വചനം വിശ്വസിക്കാൻ ഒരു മനുഷ്യനില്ല.
നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാന്നുള്ള ഭാവത്തിലായിരിക്കുന്നത്. എന്താ അങ്ങനെയല്ല, ആ കൂട്ടത്തിൽ നോക്കിയപ്പോൾ അവൻ്റെ കസർത്ത് കഴിഞ്ഞാൽ ഒന്ന് നിർത്തി തന്നാൽ നല്ലതായിരുന്നു ചിന്തിക്കുന്ന ചിന്തയിലൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അങ്ങനെയല്ല. ഒരുത്തരം നോക്കിയപ്പോൾ അവൻ ഈ വചനം കേട്ടിട്ട് അവനിലൊരു ആകാംക്ഷ വരുന്നത് പൗലോസ് കണ്ടു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി, ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ വചനം പറയുന്ന സമയത്ത് ആ വചനം ഈ മനുഷ്യൻ ഏറ്റെടുത്തോണ്ടിരിക്കുക. എനിക്കിപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുക, എനിക്കിപ്പോൾ പ്രാപിക്കണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നിൽക്കുന്നത് കണ്ടപ്പോൾ പൗലോസ് പറയാ, സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. പ്രസംഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രസംഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയെന്ന്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ വാക്യം വായിച്ചുകൊണ്ട് പഠിക്കുക. നമ്മുടെ സഭയിൽ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറണം. എനിക്ക് ഈ സാധാരണ സഭ ഇഷ്ടമല്ല, പേര് സഭ നെയിംസേക്ക് ചർച്ച ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പേരിലുണ്ട് എന്ന് പറയുന്ന ചർച്ച എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ചർച്ചയിൽ പോകാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. പകരം നമുക്ക് വേണ്ടുന്നത് ഇവിടെ ചിലത് നടന്നേ പറ്റുള്ളൂ, ചിലത് പ്രാപിക്കുന്ന സഭയായി മാറണം. പ്രാപിച്ചേ പറ്റുള്ളൂ. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? വചനം പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കേ. ഇത് പാസ്റ്ററിന് സ്വന്തം കയ്യിൽ എടുത്ത് പറയുന്നതല്ല, ഇത് തിരുവചനമാ. ഇതിലെനിക്ക് വിശ്വാസം ഞാൻ വർദ്ധിക്കുന്നു. അത് പറഞ്ഞതുപോലെ സംഭവിക്കും. എന്തിനാ നിങ്ങൾ തള്ളിക്കളയണേ? വല്ലതൊക്കെ പറയുന്നത് ഒന്നും നടക്കണ കാര്യമല്ല. ഈ നിരാശയും കൊണ്ടിരുന്ന വിജയിക്കില്ല. അങ്ങനെ നമ്മൾ ക്രിസ്ത്യ ജീവിതം കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുന്നവരെ നമ്മൾ പ്രാപിക്കണം. നമ്മളിന്ന് വന്നതെന്തിനാ? പ്രാപിക്കാനാണെങ്കിൽ വചനം പറയുന്ന സമയത്ത് പൗലോസ് അവനെ നോക്കി വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, അത് കണ്ടു കഴിഞ്ഞാൽ സെന്റൻസ് ഒന്ന് മാറും. പ്രസംഗിക്കുന്ന ആളുടെ വായിന്ന് സെന്റൻസ് ഒന്ന് മാറും. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക. പലപ്പോഴും ഞാൻ സ്വസ്ഥത വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചിലര് നടക്കുന്നത് ഞാൻ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയാനില്ല. താങ്ങി കൊണ്ടുവന്ന ഓട്ടോറിക്ഷയെ കൊണ്ടുവന്ന ആളെ എഴുന്നേറ്റ് കസേരയും കൊണ്ട് നടത്തിച്ചിട്ടുണ്ട് ഞാൻ. ആ വിശ്വാസം വന്നപ്പോൾ, വിശ്വാസത്തിൻ്റെ വ്യാപ്തിയിൽ എഴുന്നേറ്റ് നടന്നോളാൻ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റു. മൂന്നാൾ താങ്ങി പിടിച്ച് വേണം എഴുന്നേക്കാൻ. ആ മനുഷ്യൻ കസേരയിലൊന്ന് ഊന്നി പിടിച്ച് അങ്ങ് എഴുന്നേറ്റു. നടന്നപ്പോൾ ഞാൻ പറഞ്ഞു കസേര എടുത്ത് നടക്കാൻ പറഞ്ഞു. ഹോളിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നടക്കുന്നതൊക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ മധ്യത്തിൽ വിളിച്ചു പറയാൻ ചിലപ്പോൾ അധികാരം കിട്ടും. ആ അധികാരം വരണമെങ്കിൽ കേൾക്കുന്ന ദൈവമൊക്കെ വചനം വിശ്വാസമായി ഒരു ചേഞ്ച് വരാനുണ്ട്. വചനം വെറുതെ കേൾക്കുക മാത്രം ചെയ്ത് നമ്മൾ ചതിയന്മാരായി നടക്കരുത്. നമ്മൾ വിശ്വാസികളായിട്ട് നടക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ പേരെന്താ? കർത്താവ് ഇട്ടിരിക്കുന്ന പേര്, യാക്കോബ് അപ്പോസ്തലൻ പേര് ചതിയനാവണോ വിശ്വാസിയാവണോ എന്ന് തീരുമാനിക്കണം. ഇനി മുതൽ ഞാൻ സഭയിൽ ചതിയനാവില്ല, സഭയെ ചതിക്കുന്നവനാകില്ല, ഞാൻ വിശ്വാസികളെ ചതിക്കുന്നവനാകില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയായി മാതൃക കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഒരു ആമയം പറയാൻ തുടങ്ങണം. ഇനി മുതൽ നമ്മളിങ്ങനെ പ്രതികരിച്ചാൽ പോരാ, നമ്മൾ വചനത്തോടൊന്ന് പ്രതികരിച്ചു തുടങ്ങണം. വചനത്തോട് പ്രതികരിച്ചു തുടങ്ങിയാൽ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന വലിയ നന്മയാണ് ഹല്ലേലൂയ ബലം പ്രാപിച്ച്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത്, ഞാൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? സൗഖ്യം പ്രാപിക്കും. വിശ്വാസത്തോടെ പറഞ്ഞ്, യേശുവിന്റെ നാമത്താലുള്ള സൗഖ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, സൗഖ്യം ലഭിക്കും. ആരോഗ്യവും ബലവും സൗഖ്യവും ദൈവത്തിന്റെ ദാനമാകിയാൽ ഇന്ന് ദൈവസഭയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നു സൗഖ്യം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്താൽ ശക്തിപ്പെടട്ടെ, ബലം പ്രാപിക്കട്ടെ. ഒരു മിനിറ്റ്. ഗലാത്യ ലേഖനം 3:14 നമുക്ക് നന്നായി അറിയുന്ന വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:40. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അത്ര ഞാൻ പറഞ്ഞു നിർത്തുക. അതിൻ്റെ 3:22 വായിക്കുമ്പോൾ, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. എങ്ങനെ ലഭിക്കുന്നത്? യേശു ക്രിസ്തുവിലെ. അപ്പോൾ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കാൻ വന്നതാ. അത് പ്രാപിക്കുന്നത് എങ്ങനെയാ? പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളാകാം, പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളാകാം. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് ലഭിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിലെ വിശ്വാസം. എൻ്റെ യേശു മതിയായവൻ, അവൻ എന്നെ സമ്പന്നനാക്കുന്ന ഒരു വാക്ക് വേദിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആമേൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാ എൻ്റെ ദൈവം സമ്പന്നനാ. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ചിന്തിച്ചാൽ ആ നിമിഷം തന്നെ അങ്ങനെ തന്നെ സംഭവിക്കും. വാഗ്ദത്തങ്ങളെ നമ്മൾ വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ
തന്നെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എന്താ? വാഗ്ദത്തം പ്രാപിപ്പാനാ. എന്താ നമുക്ക് ദൈവസഭയ്ക്ക് തരുന്ന വാഗ്ദത്തം? ഇനി മുതൽ ദൈവസഭയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയാണ്. നാം വെറുതെ വന്ന് വെറുതെ പോകുന്നവരായി മാറില്ല. ഓരോ ദിവസവും ചിലത് പ്രാപിച്ചേ നമ്മൾ പോകുള്ളൂ. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നത്, പ്രാപിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇനി മുതൽ ഞങ്ങൾ പ്രാപിച്ചേ പോകുള്ളൂ. യേശുവിന്റെ നാമത്താൽ ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. യേശുവിന്റെ നാമത്താൽ രോഗസൗഖ്യം പ്രാപിക്കും. യേശുവിന്റെ നാമത്താൽ ആരോഗ്യം പ്രാപിക്കും. യേശുവിന്റെ നാമത്താൽ അവനിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിച്ച് ഞങ്ങൾ അവനോട് കൂടെ വസിക്കും. ഹല്ലേലൂയ.